Now let us come to the meaning of the word disciple. Disciple എന്നുള്ള വാക്കിന് ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ലേണർ, അതും അല്ലെങ്കിൽ ഫോളോവർ എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഒരു പഠിതാവ്, വിദ്യാർത്ഥി, അനുഗാമി എന്നൊക്കെ അത് വേണമെങ്കിൽ തർജ്ജമ ചെയ്യാം. അപ്പോൾ അത്രയുമേ ആ വാക്കിനർത്ഥമുള്ളൂ. ഒരു വിദ്യാർത്ഥി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ ഭാഷയിൽ വിളിക്കാം. ശിഷ്യൻ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥിയാണ്. എന്നാൽ വേദപുസ്തകത്തിൽ ശിഷ്യൻ എന്ന് പറയുന്നതും ആധുനിക കാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ വിദ്യാർത്ഥിയും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇന്ന് ആരാണ് ഒരു വിദ്യാർത്ഥി? ഏതെങ്കിലും സ്കൂളിലോ കോളേജിലോ പോയി ഏതെങ്കിലും കോഴ്സ് പഠിക്കുന്ന ആളിനെ വിദ്യാർത്ഥി എന്ന് വിളിക്കും. എന്നാൽ പുരാതന കാലത്തെ ഈ ഗുരുശിഷ്യ ബന്ധം അങ്ങനെയല്ലായിരുന്നു. ഞാൻ നേരത്തെ ഗുരുകുല സമ്പ്രദായത്തെക്കുറിച്ച് പറഞ്ഞു. കർത്താവിൻ്റെ കാലത്തും അതിനു മുമ്പും ആ സമ്പ്രദായമാണ് ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ ഗുരുകുല സമ്പ്രദായം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഏതെങ്കിലും ഒരു വിദ്യ അഭ്യസിക്കണം എന്ന് തനിക്ക് തോന്നിയാൽ അതിന് പറ്റിയ ഒരു ഗുരുവിനെ താൻ തന്നെ അന്വേഷിച്ച് കണ്ടെത്തണം. അതിനുശേഷം ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് തൻ്റെ ആഗ്രഹം പറയണം. തനിക്ക് വിദ്യ അഭ്യസിക്കുവാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ആ ഗുരുവിൻ്റെ ശിഷ്യനാകുവാൻ ആഗ്രഹമുണ്ട്. അത്ര പെട്ടെന്നൊന്നും ശിഷ്യനാകാൻ പറ്റുകയില്ല. ആ ഗുരു ശിഷ്യനെ പല നിലകളിൽ പരീക്ഷിക്കും അല്ലെങ്കിൽ പരിശോധിക്കും. നമ്മുടെ ഇന്നത്തെ ആധുനിക കാലത്തെ ടെസ്റ്റും ഇൻ്റർവ്യൂ ഒന്നും ഇല്ല എങ്കിലും ഗുരുക്കന്മാർക്ക് അവരുടേതായ രീതികളുണ്ട്. മഹാനായ സോക്രട്ടീസ്, അദ്ദേഹം ഒരു ഗ്രീക്ക് ഫിലോസഫറായിരുന്നല്ലോ. അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, ഒരിക്കൽ ഒരു വ്യക്തി, ഒരു യുവാവ് സോക്രട്ടീസിനെ കാണാൻ ചെന്ന് പറഞ്ഞു, എനിക്ക് താങ്കൾ എൻ്റെ ഗുരുവായിരിക്കണം, എനിക്ക് താങ്കളുടെ ശിഷ്യനാകാൻ താല്പര്യമുണ്ട്. അപ്പോൾ സോക്രട്ടീസ് ഒന്നും മിണ്ടിയില്ല. ആ യുവാവിൻ്റെ തോളിൽ കൈ ഇട്ടുകൊണ്ട് രണ്ടുപേരും കൂടെ നടക്കാൻ തുടങ്ങി. ഒന്നും മിണ്ടുന്നില്ല. അന്നത്തെ കാലത്തെ ഗുരുക്കന്മാരോട് എന്തും കയറി ചോദിക്കാനും പറ്റുകയില്ല. അവരെ എല്ലാവർക്കും ഭയവുമാണ്. അദ്ദേഹം ഒന്നും ചോദിക്കുന്നില്ല. ഇങ്ങനെ രണ്ടുപേരും കൂടെ നടന്ന് ഒരു നദിയുടെ കരയിലെത്തി. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഈ ശിഷ്യനാകാൻ വന്ന വ്യക്തി വിചാരിച്ചു, ഏതായാലും നദിയുടെ കരയിലെത്തിയല്ലോ, ഇനി വഴി അങ്ങോട്ടില്ല, അതുകൊണ്ട് ഇവിടെയെങ്കിലും നിൽക്കും എന്ന് വിചാരിച്ചു. എന്നാൽ സോക്രട്ടീസ് നിന്നില്ല. ഈ യുവാവിനെ പിടിച്ചുകൊണ്ട് വെള്ളത്തിലോട്ട് ഇറങ്ങി. താൻ ഭയന്നുപോയി. എന്താണ് ചെയ്യാൻ പോകുന്നതെന്നൊരു പിടിയുമില്ല. അല്പം കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ സ്നാനപ്പെടുത്തുന്നത് പോലെ ഇദ്ദേഹം ബലമായിട്ട് പിടിച്ച് യുവാവിനെ വെള്ളത്തിൽ മുക്കി. നമ്മൾ സ്നാനപ്പെടുത്തുമ്പോൾ വെള്ളത്തിൽ മുക്കിയാൽ ഉടൻ തന്നെ അങ്ങ് കൈ വിടുകയും ചെയ്യില്ല, പൊങ്ങി വരാൻ വേണ്ടി നമ്മൾ അനുവദിക്കും. എന്നാൽ ഇദ്ദേഹം കൈ വിടുന്നില്ല. ബലമായിട്ട് പിടിച്ച് വെള്ളത്തിൽ ഇങ്ങനെ മുക്കി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഏതാണ്ട് ഏകദേശം ഒരു മിനിറ്റോളം ഇങ്ങനെ ബലമായിട്ട് അമർത്തി പിടിച്ചുകൊണ്ട് നിന്നു. എന്നിട്ട് കൈവിട്ടു. അപ്പോൾ ഇദ്ദേഹം വളരെ വെപ്രാളം പിടിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പുറത്തു വന്നു. അപ്പോൾ സോക്രട്ടീസ് ഒരു ചോദ്യം ചോദിച്ചു, നീ വെള്ളത്തിനടിയിലായിരുന്നപ്പോൾ എന്താണ് നീ ആഗ്രഹിച്ചത്? എന്തിനു വേണ്ടിയെങ്കിലും ആഗ്രഹിച്ചോ എന്ന് ചോദിച്ചു. ആഗ്രഹിച്ചോ? തീർച്ചയായും. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ അല്പം ശ്വാസത്തിന് വേണ്ടി, വായുവിന് വേണ്ടി ആഗ്രഹിച്ചു. അതിനുവേണ്ടി എത്രമാത്രം ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് അതല്ലാതെ വേറെ ഒന്നും ആഗ്രഹമില്ലായിരുന്നു എന്ന് ഈ യുവാവ് പറഞ്ഞു. അപ്പോൾ സോക്രട്ടീസ് പറഞ്ഞു, നീ വെള്ളത്തിനടിയിലായിരുന്നപ്പോൾ അല്പം വായുവിന് വേണ്ടി ആഗ്രഹിച്ചതുപോലെയുള്ള ആ തീവ്രമായ ആഗ്രഹം വിദ്യ അഭ്യസിക്കുവാൻ നിനക്കുണ്ടെങ്കിൽ നിനക്ക് ഇന്ന് എൻ്റെ ശിഷ്യനായി തീരാം എന്ന് പറഞ്ഞു. അദ്ദേഹം ശിഷ്യനായോ ഇല്ലയോ നമുക്കറിയില്ല. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, പഴയ കാലത്തെ ഒരു ശിഷ്യനാകുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നും ആയിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ശിഷ്യനായി കഴിഞ്ഞാൽ പിന്നെ എന്താണ് അടുത്ത പടി? ഇന്ന് ഒരുവൻ വിദ്യാർത്ഥിയായി കഴിഞ്ഞാൽ രാവിലെ സ്കൂൾ ഓപ്പൺ ചെയ്യുമ്പോൾ സ്കൂളിൽ പോകണം, വൈകിട്ട് ബെല്ലടിക്കുമ്പോൾ മടങ്ങിപ്പോകാം. എന്നാൽ പഴയ കാലത്തെ ഗുരുകുല സമ്പ്രദായം അങ്ങനെ അല്ലായിരുന്നു. ആ ഗുരുവിനെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഗുരുവിൻ്റെ അടുക്കൽ ചെന്ന് ഗുരുവിൻ്റെ ഭവനത്തിൽ ഗുരുവിനോട് കൂടെ 1-2 വർഷങ്ങളല്ല, ചിലപ്പോൾ അനേക വർഷങ്ങൾ താമസിക്കണം. തീർന്നില്ല. അങ്ങനെ എന്തിനാണ് താമസിക്കുന്നത്? ഗുരുവിൻ്റെ ജീവിതത്തിൽ നിന്നും വാക്കുകളിൽ നിന്നും. ഗുരു പഠിപ്പിക്കുന്നത് എല്ലാം വാക്കുകൾ കൊണ്ടല്ല, തൻ്റെ ജീവിതവും പ്രവൃത്തിയെല്ലാം ഇദ്ദേഹം നിരീക്ഷിച്ച് പഠിച്ചുകൊള്ളണം. അങ്ങനെ ജീവിതത്തിൽ നിന്നും വാക്കിൽ നിന്നും പഠിച്ച് അനേക വർഷങ്ങൾ കഴിയുമ്പോൾ താൻ ഗുരുവിനെ പോലെ ഏകദേശമായി തീരും. അവിടെയാണ് പഠനം പൂർത്തീകരിക്കപ്പെടുന്നത്. ഈ ഒരു ആശയം നാം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം കർത്താവ് പഠിപ്പിച്ച ശിഷ്യത്വത്തെക്കുറിച്ചുള്ള വാക്യങ്ങൾ മനസ്സിലാക്കുവാൻ. അപ്പോൾ നാം ഉദ്ദേശിക്കുന്ന പോലത്തെ നിസ്സാരമായ ഒരു കാര്യമല്ല
കർത്താവ് പഠിപ്പിച്ച ശിഷ്യത്വം എന്ന് പറയുന്നത്. മാത്രമല്ല, ഇന്ന് ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ, ഒരു സ്റ്റുഡൻറ്റിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചോദിക്കും, മോനെ മോളെ എവിടെയാണ് പഠിക്കുന്നത്? അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കും, ഏത് കോഴ്സാണ് ചെയ്യുന്നത്, ഏത് വിഷയമാണ് പഠിക്കുന്നത്? അതാണ് നമുക്കറിയേണ്ടത്. എഞ്ചിനീയറിംഗ് ആണോ, നേഴ്സിംഗ് ആണോ, മറ്റെന്തെങ്കിലും ആണോ, ഇതൊക്കെ നമ്മൾ ചോദിക്കും. ആര് പഠിപ്പിക്കുന്നു എന്ന് നാം സാധാരണ ചോദിക്കാറില്ല. എന്നാൽ വേദപുസ്തകത്തിലെ ഗുരുശിഷ്യ ബന്ധത്തിൽ, അല്ലെങ്കിൽ പുരാതന കാലത്തെ ഗുരുശിഷ്യ ബന്ധത്തിൽ എന്തു പഠിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനം ആര് പഠിപ്പിച്ചു എന്നതാണ്. ദ ടീച്ചർ ഈസ് മച്ച് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ സബ്ജക്റ്റ് ഹി ടീച്ചസ്. ബൈബിൾ തെളിവുകളുണ്ട്. ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ, വാക്യങ്ങൾ ഉദ്ധരിച്ചങ്ങ് പോകാം, എടുത്തു വായിക്കേണ്ട. അപ്പോസ്തല പ്രവൃത്തി 22:3 പൗലോസ് തൻ്റെ സാക്ഷ്യം പറയുമ്പോൾ ഒരു കാര്യം പറയുന്നു, ഞാൻ ഈ പട്ടണത്തിൽ വളർന്നവനും ഗമാലിയേലിൻ്റെ കാൽ കീഴെ ഇരുന്ന് പിതാക്കന്മാരുടെ ന്യായപ്രമാണം സൂക്ഷ്മതയോടെ അഭ്യസിച്ചവനുമാകുന്നു. പോൾ വാസ് വെരി പ്രൗഡ് ഓഫ് ഹിസ് ടീച്ചർ ഗമാലിയേൽ. ഞാൻ ഗമാലിയേലിൻ്റെ പാഠശാലയിൽ പഠിച്ചവനാണ്. അത് പറയുന്നതിൽ പൗലോസ് അഭിമാനം കൊണ്ടു. പഴയകാലത്തെ ശിഷ്യന്മാർ എല്ലാവരും അങ്ങനെയായിരുന്നു. ആരാണ് അവരുടെ ഗുരു? അതാണ് ആ ഗുരു ആരാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ശിഷ്യൻ ആരാണെന്ന് മനസ്സിലാകുന്നത്. തീർന്നില്ല. 2 തിമോഥെയോസ് 3:14 തൻ്റെ ശിഷ്യനായ, അല്ലെങ്കിൽ വിശ്വാസത്തിൽ നിജപുത്രനായ തിമോഥെയോസിന് എഴുതുമ്പോൾ പൗലോസ് ഒരു വാക്ക് എഴുതുന്നുണ്ട്. അവസാനത്തെ ലേഖനമാണല്ലോ, നീയോ ഇന്നവരോട് പഠിച്ചു എന്നോർക്കുക. നീയോ ഇന്നവരോട് പഠിച്ചു എന്നോർക്കുക. തിമോഥെയോസിനെ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിച്ചത് പൗലോസ് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ, നീ ആരിൽ നിന്നാണ് പഠിച്ചത് അത് ഓർക്കണം. ഞാൻ എന്ത് പഠിപ്പിച്ചു എന്നുള്ളത് ഓർക്കണം. അത് രണ്ടാമത്തെ കാര്യം, ആരിൽ നിന്ന് പഠിച്ചു. അപ്പോൾ ഗുരുവിന് പ്രാധാന്യമുണ്ട്. ആരുടെ ശിഷ്യൻ എന്നുള്ളതാണ് ന്യായമായ ചോദ്യം. ഞാൻ ആരാണ് ശിഷ്യൻ എന്ന് ചോദിച്ചാൽ എൻ്റെ ഏറ്റവും ലളിതമായ ഉത്തരം, ഒരു ഗുരുവുള്ളവനാണ് ശിഷ്യൻ. ഗുരുവുള്ളവനെ മാത്രമേ ശിഷ്യൻ എന്ന് വിളിക്കാൻ പറ്റുകയുള്ളൂ. പുതിയ നിയമത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയവും അതുതന്നെയാണ്. മറ്റു മതങ്ങളിലൊക്കെ അവരുടെ ചില ഉപദേശ സംഹിതകളൊക്കെ ഒരുവൻ പഠിച്ച് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചാൽ ഹി വിൽ ഓട്ടോമാറ്റിക്കലി ബിക്കം എ ഫോളോവർ ഓഫ് ദാറ്റ് റിലിജ്യൻ. അവൻ സ്വാഭാവികമായി ആ മതത്തിൻ്റെ അംഗമായി തീരും. എന്നാൽ ക്രിസ്തീയ മാർഗം അങ്ങനെയല്ല. ഗുരുവുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഗുരുവുമായിട്ടുള്ള വ്യക്തിപരമായ ബന്ധം മുഖാന്തരമാണ് ഒരുവൻ ക്രിസ്തുവിൻ്റെ ശിഷ്യനായി തീരുന്നത് എന്ന് നാം മനസ്സിലാക്കണം.